പട്ടാമ്പിയിൽ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് നേരെയാക്കാത്തതിൽ എംഎൽഎയുടെയും ചെയർമാന്റെയും കൌൺസിലറുടെയും പേരിൽ വാഴവെച്ച് ബിജെപി പ്രതിഷേധം. നഗരത്തിലെ പന്തക്കൽ റോഡ് തകർച്ചയിൽ പ്രതിഷേധിച്ചാണ് ബിജെപിയുടെ നേതൃത്വത്തിൽ കുഴികളിൽ വാഴവെച്ചത്. പട്ടാമ്പിയുടെ നഗരഭാഗത്ത് നൂറുകണക്കിന് വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകൾ ആശ്രയിക്കുന്ന പന്തക്കൽ റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത്. വീതി കുറഞ്ഞ റോഡിൽ കുഴിയെടുത്ത് കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ കഴിഞ്ഞതോടെ തകർച്ച രൂക്ഷമായി. മഴ പെയ്തതോടെ ദുരിതം ഇരട്ടിയായി. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നിരവധി വിദ്യാർത്ഥികൾ വരുന്ന വഴിയാണിത്. ജനങ്ങളുടെ ദുരിതം പരിഹരിക്കാൻ നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി ബിജെപി രംഗത്തെത്തിയത്. എംഎൽഎ, ചെയർമാൻ, കൌൺസിലർ എന്നീ പേരുകളിട്ട വാഴകൾ കുഴിയിൽ വെച്ചായിരുന്നു പ്രതിഷേധം. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളെല്ലാം ഉടൻ നന്നാക്കുക. വിഷയത്തിൽ കൌൺസിലർക്കും ചെയർമാനും എംഎൽഎ ഒത്താശ ചെയ്യുകയാണെന്നും എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഏകദേശം ഒരു 15 വർഷത്തോളമായിട്ടുണ്ടാവും ഈ റോഡ് റീടാറിംഗും ചെയ്യാണ്ട് ഇങ്ങനെ കിടക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ശോചനീയ അവസ്ഥയാണ്. വികസനം വരണ്ട എന്നും പറയുന്നില്ല, വികസനം വരണം. പക്ഷേ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ വികസനം വരുമ്പോൾ അത് നാട്ടുകാർക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ചെറു കുട്ടികളടക്കം ഓട്ടോറിക്ഷകളിലും സ്കൂൾ വാനുകളിലുമായിട്ട് സ്ഥിരം സഞ്ചരിക്കുന്ന ഒരു റോഡാണ്. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണേണ്ടതുണ്ട്. ഇതിന് കാണാതെ ഇരിക്കുന്നത് നമ്മളെ കൌൺസിലറും നമ്മളെ ചെയർമാനും ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്നത് നമ്മളെ എംഎൽഎയുമാണ്. അപ്പോൾ ഇതിന് ഉടനടി ഒരു പരിഹാരം കാണണമെന്നാണ് ബിജെപി പന്തക്കൽ ആവശ്യപ്പെടുന്നത്. വലിയ വരുമാനമുള്ള നഗരസഭ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യത്തിന് യാതൊന്നും ചെയ്യുന്നില്ലെന്നും നേതാക്കൾ ആക്ഷേപമുന്നയിച്ചു. ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു നഗരസഭയാണ് പട്ടാമ്പി നഗരസഭ. ഒരു വർഷത്തിൽ വലിയൊരു എമൗണ്ടാണ് ജനങ്ങളുടെ തന്നെ ടാക്സായി മാത്രം പട്ടാമ്പി നഗരസഭയ്ക്ക് ലഭിക്കുന്നത്. ഈ കിട്ടുന്ന നികുതി പണം യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഉപയോഗിക്കാണ്ട് തോന്നിയ പോലെ നഗരസഭ ചെലവാക്കുകയാണ്. ജനങ്ങളുടെ ഒരു അടിസ്ഥാന സൗകര്യത്തിനും ഈ ഫണ്ട് നഗരസഭ ഉപയോഗിക്കുന്നില്ല. അടിസ്ഥാന സൗകര്യങ്ങളായ റോഡും കുടിവെള്ളവും പട്ടാമ്പിയിലെ 29 വാർഡുകളിലും നമുക്ക് നോക്കിയാൽ വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. സ്കൂളിലേക്കും ക്ഷേത്രങ്ങളിലേക്കും ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്കും നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന പാതയാണിത്. പട്ടാമ്പി നഗരത്തിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായാൽ ഇതിലൂടെയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. അങ്ങനെയുള്ള റോഡ് തകർന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജനങ്ങൾക്ക് യാതൊരു വിലയും അധികൃതർ നൽകുന്നില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. പട്ടാമ്പി പന്തക്കൽ പറമ്പ് പ്രദേശത്തുള്ള ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി വിഭാഗം പട്ടാമ്പി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുന്നിലൂടെ പോകുന്ന പട്ടാമ്പി ക്ഷേത്രത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും ഹോസ്പിറ്റലിലേക്കും പോകുന്ന ഒരു ബൈപ്പാസ് റോഡാണിത്. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ തുടങ്ങിയിട്ട് 10-15 വർഷങ്ങളായി. അനവധി കുട്ടികൾ ഈ വഴിയിലൂടെ പോകുന്നു, ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസുകൾ പോകുന്നു. നഗരസഭയുടെ ഭാഗത്തുനിന്നോ വാർഡ് മെമ്പറുടെ ഭാഗത്തുനിന്നോ ഈ പ്രദേശത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യത്തിന് നഗരസഭ ഒരു വിലയും നൽകുന്നില്ല. എത്രയും വേഗം ഈ റോഡ് റീടാർ ചെയ്ത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ഈ സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. നിലവിൽ 3 വാർഡുകളിലേക്ക് കടന്നു പോകുന്ന പാത ഭൂരിഭാഗം പ്രദേശങ്ങളിലും തകർന്നു കിടക്കുകയാണ്. മഴ പെയ്താൽ കുഴികളിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വിദ്യാർത്ഥികളുടെയും കാൽനടയാത്രക്കാരുടെയും ദേഹത്തേക്ക് ചെളി തെറിക്കുന്ന അവസ്ഥയുമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കുഴികൾ അടയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ഒന്നും അകലെയല്ല. ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം, പക്ഷേ അസാധ്യമല്ല. പുതിയൊരു തുടക്കം കരുതലോടെ. അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും. ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി.